രാജ്യത്താകമാനം ജലജീവൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്തമായ ചുമതലയിലാണ് ജലജീവൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലജീവൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയും നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഒരു സംയുക്ത കുടിവെള്ള പദ്ധതിയായി ജലജീവൻ പദ്ധതിയെ രൂപപ്പെടുത്തി. അതിൽ കളക്ടറുടെ സാന്നിധ്യത്തിലുണ്ടായിരുന്ന കരാറെന്ന് പറയുന്നത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് വേണ്ടിയുള്ള സ്ഥലവും നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലവും വാങ്ങിക്കൊടുക്കണം എന്നുള്ളതായിരുന്നു കരാറ്. അതനുസരിച്ച് അപ്പോൾ തന്നെ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 30 ലക്ഷത്തിലധികം രൂപ ചിലവാക്കി ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം വാങ്ങിക്കൊടുത്തു. അതിനുശേഷം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി അനേക നാളുകൾ ഞങ്ങൾ വസ്തു വാങ്ങിക്കൊടുത്ത് അനേക നാളുകൾ കാത്തിരുന്നാണ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനുള്ള സ്ഥലം വാങ്ങിക്കൊടുത്തത്. ഇപ്പോൾ ഈ 2 സ്ഥലങ്ങളും അവിടെ കാട് പിടിച്ച് കിടക്കുക. 3 വർഷം മുമ്പ് നമ്മുടെ നെടുവത്തൂർ പഞ്ചായത്തിലെ ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ ഏതാണ്ട് 70-75% വീടുകളിൽ ടാപ്പുകൾ സ്ഥാപിച്ചു. ആ ടാപ്പുകളിൽ നിന്ന് വെള്ളമൊന്നും ലഭിക്കുന്നില്ല. ടാപ്പുകൾ മാത്രമാണ് സ്ഥാപിച്ചത്. നമ്മുടെ ഈ പദ്ധതി എന്ന് പറയുമ്പോൾ 2 മുനിസിപ്പാലിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത കുടിവെള്ള പദ്ധതിയുടെ കാര്യങ്ങളെന്ന് പറയുന്നത് തെങ്ങോലിക്കടവിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ ഉഗ്രംകുന്നിലെ വലിയ ടാങ്കിൽ കൊണ്ടുവന്ന് ആ ടാങ്കിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് മാറ്റി അവിടെ നിന്ന് നെടുവത്തൂർ പഞ്ചായത്തിൻ്റെ 4 സബ് ടാങ്കുകളിലേക്ക് വെള്ളം കൊണ്ടുവന്ന് ആണ് ആ സബ് ടാങ്കുകളിൽ നിന്നാണ് നെടുവത്തൂർ പഞ്ചായത്തിലെ വീടുകളിൽ വെള്ളം കൊടുക്കാൻ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ വീടുകളിൽ വെള്ളം കൊടുക്കാനുള്ള പൈപ്പ് ലൈൻ്റെ മാത്രം പണി പൂർത്തിയാക്കി ടാപ്പും സ്ഥാപിച്ചു. സബ് ടാങ്കുകളുടെ നിർമ്മാണം പാതി വഴിയിൽ കിടക്കുന്നു. തെങ്ങോലിക്കടവിലെ നിർമ്മാണം പാതി വഴിയിൽ കിടക്കുന്നു. മെയിൻ ടാങ്കിൽ നിന്ന് സബ് ടാങ്കിലേക്ക് വരുന്നുള്ള പൈപ്പ് ലൈൻ്റെ പണി പോലും ആരംഭിക്കാതെ ഈ റോഡ് നീളെ പൈപ്പുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെച്ചിരിക്കുക, ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന തരത്തിൽ. ഈ പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പൈപ്പുകൾ ഏതാണ്ട് 40-42 സ്ഥലങ്ങളിൽ പൈപ്പുകൾ കൂട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും മാത്രമല്ല. ഇപ്പോൾ നമ്മൾ എഴുകോണിൽ നിന്ന് കരിപ്രയിലേക്ക് പോയാൽ ഏതാണ്ട് 21-22 സ്ഥലങ്ങളിൽ ഈ പൈപ്പുകൾ കൂട്ടിയിട്ടുണ്ട്, ഗതാഗത തടസ്സം ഉണ്ടാകുന്ന തരത്തിൽ. ആരും നോക്കാനും കാണാനും ഇല്ലാതെ വിജനമായി ഇങ്ങനെ കിടക്കുക. ഇപ്പോൾ ജലജീവൻ പദ്ധതി 2024 പൂർത്തിയാക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ് വിഭാവന ചെയ്ത ഒരു പദ്ധതി കേരളത്തിൽ അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നെടുവത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ സ്വന്തമായി ഒരു കുടിവെള്ള സ്രോതസ്സുകളില്ല. ചെറുകിട കുടിവെള്ള പദ്ധതികളല്ലാതെ വൻകിട കുടിവെള്ള പദ്ധതികളൊന്നുമില്ല. കുണ്ടറ പദ്ധതി അടക്കമുള്ള വലിയ പദ്ധതികളെ ആശ്രയിച്ചാണ് കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും നെടുവത്തൂർ പഞ്ചായത്തിലെ വീടുകളിൽ ശുദ്ധജലം എത്തിച്ചുകൊണ്ടിരുന്നത്. കുണ്ടറ ജല പദ്ധതിയിൽ നിന്നുള്ള വെള്ളം ക്രമമായി ഈ പഞ്ചായത്തിലെ ഒരു വീടുകളിലും ലഭിക്കുന്നില്ല. ഇപ്പം നെടുവത്തൂർ പഞ്ചായത്താണ് ഇക്കാര്യത്തിൽ ഒരു രക്തസാക്ഷിയായി മാറിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റുള്ള കുടിവെള്ള സ്രോതസ്സിനെ ആശ്രയിച്ചാണ് നെടുവത്തൂർ പഞ്ചായത്തിലെ ഈ ജലജീവൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ പദ്ധതിയും പൂർത്തിയാക്കേണ്ടത്. വാസ്തവം പറഞ്ഞാൽ ഇതൊരു കൊടും വഞ്ചനയാണ്, ചതിയാണ്. 2024 പൂർത്തിയാക്കേണ്ട പദ്ധതി ഇനി ഏതൊരു കാലത്ത് പൂർത്തിയാകും എന്നൊരു നിശ്ചയവുമില്ല. ഇപ്പോൾ അവസാനം അറിയാൻ കഴിഞ്ഞത് 3 വർഷത്തിന് മുമ്പ് കോൺട്രാക്ടർമാർ ഏറ്റെടുത്ത് പല സെക്ഷനുകളിലായി നടത്തിയ പണികൾ അവരുപേക്ഷിച്ചു പോയി. ഇപ്പം ഈ പണി നിശ്ചലമായിരിക്കുക. കോൺട്രാക്ടർമാർക്ക് യഥാസമയങ്ങളിൽ പണം ലഭിക്കാത്തത് കൊണ്ട് അവരുടെ കോൺട്രാക്റ്റ് ഉപേക്ഷിച്ചു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ടു. അവിടെ ഇപ്പോൾ നെടുവത്തൂർ പഞ്ചായത്തിന് ആകപ്പാടെ ഒരു ആശ്വാസം കിട്ടിയത് ബഹുമാനപ്പെട്ട മന്ത്രി KN ബാലഗോപാൽ അദ്ദേഹം ഇടപെട്ട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ പഞ്ചായത്തിലൊരു 29 കോടി രൂപ നമുക്ക് അനുവദിച്ചു. ഇപ്പം ആ പൈസ കൊണ്ടാണ് ഈ കുത്തിപ്പൊളിച്ച പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണം ഈ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അതും യഥാർത്ഥത്തിൽ വേഗത പോരാ. കാരണം കോൺട്രാക്റ്റ് എടുക്കുന്ന കോൺട്രാക്ടർമാർ പലരും യഥാസമയം കോൺട്രാക്റ്റ് പൂർത്തിയാക്കുന്നില്ല, കരാർ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ തയ്യാറാകുന്നില്ല. സാങ്കേതികമായ കുറേയേറെ തടസ്സങ്ങൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയുള്ള ഓഫീസുകളിലെ പുതിയ നിയമം അനുസരിച്ചുള്ള ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടായതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് ഇത് വളരെ വേഗം ഈ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏതാണ്ട് അനേകം റോഡുകളുടെ പുനർനിർമ്മാണം കോൺട്രാക്റ്റ് കൊടുത്ത് കരാറ് ഒപ്പിട്ടിട്ട് നമുക്ക് പണി തുടർന്ന് നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം 3 വർഷത്തിന് മുമ്പിട്ട് എസ്റ്റിമേറ്റ് 3 വർഷത്തിന് മുമ്പ് കുത്തിപ്പൊളിച്ചിട്ട റോഡിൻ്റെ ആ സ്ഥിതിയല്ല 3 വർഷത്തിന് ശേഷമുള്ളത്. അപ്പോൾ അന്നത്തെ എസ്റ്റിമേറ്റും പ്രകാരം ഇത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞാൻ ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതായത് ജലജീവൻ പദ്ധതി ഈ നമ്മുടെ ഇവിടെ ആരംഭിച്ചത് മൂലം ഉണ്ടായ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. ആരംഭിച്ചിട്ടേ ഉള്ളൂ. വീടുകളിലൊന്നും വെള്ളം, ഇതിനിടയ്ക്കൂടെ ടാപ്പുകൾ സ്ഥാപിച്ച പല വീടുകളിലും വാട്ടർ അതോറിറ്റി ബില്ലുകൾ അയച്ചു. വെള്ളം കിട്ടുന്നില്ല. വെള്ളം ലഭ്യമല്ലാത്ത ഗുണഭോക്താക്കൾക്ക് ബില്ലുകൾ അയച്ചു. അത് ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെ ഇടപെട്ടാണ് ഇപ്പം ബില്ല് അയക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നത്. അവർ പറയുന്നത് വീടുകളിൽ ടാപ്പ് സ്ഥാപിച്ചു, വെള്ളം ഉണ്ടായാലും ഇല്ലായാലും കാറ്റെങ്കിലും വരുന്നില്ലയോ, അപ്പോൾ അതിന് ഞങ്ങൾ ബില്ല് തരും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ അതേതാണ്ട് നിർത്തിവെച്ചിരിക്കുക. വാസ്തവം പറഞ്ഞാൽ ഈ പദ്ധതി എന്ന് പൂർത്തിയാകുമെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥയാണ്. ജനപ്രതിനിധികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഞാൻ റോഡിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് മൂലം നന്നായി കിടന്ന പല ഗ്രാമീണ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുക. ഇതിൻ്റെ പുനർനിർമ്മാണവും യഥാസമയം നടക്കുന്നില്ല. ജലജീവൻ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കുന്നില്ല. പണ്ട് ആരോ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ താഴ്ന്നാണ് വികസനം മേലോട്ട് പോകുന്നത്. കാരണം തെങ്ങോലിക്കടവിൽ കിടക്കുന്ന വെള്ളം യഥാർത്ഥത്തിൽ ആ വെള്ളം പമ്പ് ചെയ്ത് മെയിൻ ടാങ്കിൽ സ്ഥാപിക്കേണ്ട പദ്ധതി അവിടെയാണ് ആദ്യം പണി ആരംഭിക്കേണ്ടത്. ഈ ഉഗ്രൻകുന്നിലെ മെയിൻ ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈൻ്റെ പണി ആദ്യം ആരംഭിക്കേണ്ടത് അവിടെയാണ്. എന്നാൽ ഇവിടെ ചെയ്തെങ്ങനെയാ? ഏറ്റവും വീടുകളിലേക്കുള്ള ടാപ്പുകൾ ആദ്യം സ്ഥാപിച്ച് ഇനി കതിരെ കൊണ്ടൊന്ന് വളയം വെക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പം യഥാർത്ഥത്തിൽ സർക്കാർ പറയുന്നതനുസരിച്ച് താഴ്ന്നാണ് വികസനം മേലോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യം ടാപ്പ് വെക്കുക, പിന്നെ പൈപ്പ് ഇടുക, പിന്നെ ടാങ്ക് ഉണ്ടാക്കുക, പിന്നെ കുടിവെള്ള സ്രോതസ്സിലേക്ക് പോവുക, കുളത്തിലേക്ക് പോവുക. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. വാസ്തവത്തിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി വസ്തു വാങ്ങിക്കൊടുക്കാൻ താമസം നേരിട്ടത് ഒരു കാരണം. വസ്തു വാങ്ങിക്കൊടുത്തതിന് ശേഷം വാട്ടർ അതോറിറ്റി ഇതിൻ്റെ പണി ആരംഭിക്കാത്തതിൻ്റെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം. ഇതൊക്കെയാണ് ഇവിടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും. യഥാർത്ഥത്തിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി വളരെ നേരത്തെ ഈ വസ്തു വാങ്ങി അവർക്ക് നൽകിയിരുന്നുവെങ്കിൽ ആദ്യത്തെ ട്രിപ്പിന് കോൺട്രാക്ടർമാർ ഈ പണികളൊക്കെ നടത്താമായിരുന്നു. അങ്ങനെയൊക്കെ നെടുവത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബന്ധപ്പെട്ട ഗവൺമെൻറ്റുമാണ് ഈ കോൺട്രാക്ടർമാർക്ക് യഥാസമയം രൂപ കൊടുക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് യഥാസമയം തുക ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവർ പണി പാതി വക്കിൽ ഉപേക്ഷിച്ച് പോകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ തുകകൾ യഥാസമയം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് നൽകിയാൽ ഈ നിർമ്മാണ പ്രവൃത്തി യഥാസമയം പൂർത്തിയാക്കാൻ കഴിയും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വീണ്ടും 1 വർഷം കൂടി നീട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2024 പൂർത്തിയാക്കേണ്ട പദ്ധതി, മുഴുവൻ വീടുകളിലും ശുദ്ധജലം എത്തിക്കേണ്ട പദ്ധതി ഇപ്പോൾ 1 വർഷം വീണ്ടും 2025 26-ലോ 27-ലോ മരിക്കുന്നതിന് മുമ്പ് ജലജീവൻ പദ്ധതിയുടെ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് മരിച്ചാൽ കൊള്ളാമെന്നാണ് ഞങ്ങളുടെയൊക്കെ വാസ്തവത്തിൽ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഈ പൈപ്പ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടേ ഉള്ളൂ. എനിക്ക് രാത്രിയിൽ ഇവിടുത്തെ അണ്ണനെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടത്, വണ്ടി വന്ന് കിടക്കാൻ പോലും സ്ഥലമില്ല. അപ്പോഴത്തേക്ക് വേറെ വലിയ ലോറികളൊക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക. എത്രയും പെട്ടെന്ന് ഇത് എടുത്തുകൊണ്ട് പോയാൽ വലിയ ഉപകാരം. ഞങ്ങൾക്ക് പൈപ്പ് തന്നില്ല, ഇതുവരെയും തന്നിട്ടില്ല. ആ ഇടവഴിയിൽ കുഴിച്ചിട്ടതേ ഉള്ളൂ. ഇങ്ങോട്ട് ഇതുവരെയും പൈപ്പ് ആയിട്ടില്ല. ഇതിപ്പോൾ 2 വർഷം ആവുന്നില്ലേ ഇപ്പം കുഴിച്ചിട്ടിട്ട്? പ്രതീക്ഷ ഉണ്ട്, പക്ഷെ കിട്ടുമെന്ന് സംശയമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊന്നും ആയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്.